ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫെയിം 2 സബ്സിഡി അവസാനിക്കാൻ പോകുന്ന 2024 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ മൊത്ത വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഫെയിം 2 സബ്സിഡി അവസാനിച്ചതിനു ശേഷമുള്ള ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ മൊത്തം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയും കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത്. 2024 മാർച്ച് മാസത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ നിന്നും ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ മൊത്തം 55% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തം വിറ്റ ഇലക്ട്രിക് വാഹനങ്ങളിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന ഫെയിം 2 സബ്സിഡി നിർത്തലാക്കിയതിനു ശേഷമുള്ള 2024 ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 6 ബ്രാൻഡുകൾക്ക് മാത്രമാണ് 1000-ലധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളത്. വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ 10 വാഹനങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10, 9, 8, 7 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ബിഗോസ് ഓട്ടോസ്, റിവോൾട്ട് ഇൻ്റലികോർപ്പ്, ഷെമ ഇ വെഹിക്കിൾ, ഹീറോ മോട്ടോകോർപ്പ് എന്നിവരെല്ലാം 1000-ൽ താഴെ സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്തിയത്. ഈ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജോയ് ഇ ബൈക്സ് എന്ന പേരിൽ ഇലക്ട്രിക് 2 വീലറുകൾ വിൽപ്പന നടത്തുന്ന വാഡ്വിസാഡ് ഇന്നവേഷൻസ് 1205 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് 2024 ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയത്. മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് 3.5% വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2934 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഗ്രൂസ് ഇലക്ട്രിക്സ് ആണ്. മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് ഇവർക്ക് 14% ഇടിവാണ് ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതർ എനർജീസ് 4052 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയത്. ഇവരുടെ മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് ഇവർക്ക് 75% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഏതറിൻ്റെ പുതുതായി ലോഞ്ച് ചെയ്ത ഏതർ റിസ്റ്റ ഇറങ്ങാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബജാജ് ഓട്ടോസ് ആണ്. 7515 യൂണിറ്റ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ബജാജ് ചേതകിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത്. മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് ഇവർക്ക് 53% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് TVS മോട്ടോഴ്സ് ആണ്. 25321 യൂണിറ്റ് iQube ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് TVS ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്തിയത്. TVSന് മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് 69% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഓല ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 33062 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഏപ്രിൽ മാസത്തിൽ ഓല വിൽപ്പന നടത്തിയത്. ഓലയ്ക്ക് മുൻമാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് 32% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഫെയിം 2 സബ്സിഡി ഒഴിവാക്കിയിരുന്നെങ്കിലും ഓല അവരുടെ വണ്ടികൾക്ക് വില കൂട്ടിയിരുന്നില്ല. 2023-24 വർഷത്തിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ കൺസിസ്റ്റൻ്റായി നിൽക്കുന്ന ബ്രാൻഡുകളുടെ വിൽപ്പനയുടെ ഗ്രാഫാണിത്. ഫെയിം 2 സബ്സിഡി ഒഴിവാക്കിയതിനു ശേഷം ഓല ഒഴികെയുള്ള എല്ലാ ബ്രാൻഡുകളുടെയും വിൽപ്പന പതിവിലും താഴേക്കാണ് പോയിരിക്കുന്നത്. ബജാജ് ചേതകിൻ്റെ പുതിയ വില കുറഞ്ഞ മോഡലും ഏതറിൻ്റെ റിസ്റ്റയുമെല്ലാം ഇറങ്ങാനിരിക്കുന്നതോടെ സബ്സിഡി കൂടാതെ തന്നെ താങ്ങാവുന്ന വിലയ്ക്ക് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്ന് കരുതാം.